ഹായ് എവരിവൺ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. കലത്തപ്പത്തിൻ്റെ റെസിപ്പി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് റെസിപ്പികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു 1000-ൽ കൂടുതൽ റെസിപ്പി നിങ്ങൾ മുമ്പ് കൂടി പോയിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പക്ഷേ ഇത് എൻ്റെ ചാനലിൽ കൂടി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇത് കാണാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇത് ഒരു റിക്വസ്റ്റഡ് റെസിപ്പി കൂടിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നും എങ്ങനെയാണ് ഞാനിത് തയ്യാറാക്കാമെന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. പിന്നെ അത് മാത്രമല്ല, ഇത് ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യാതെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത് ഈ ഒരു റൈസാണ്, ജീരകശാല ബിരിയാണി റൈസാണ്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ബിരിയാണി റൈസ് പല മോഡലുണ്ട്. ചെറിയൊരു അരി ജീരകശാല റൈസ്, ഇത് ഞാനിപ്പോൾ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ജീരകശാല റൈസ് നമ്മൾ വെള്ളത്തിൽ ഒരു 2-3 മണിക്കൂർ കുതിർത്തി വെക്കാൻ പോവാണ്. അപ്പോൾ അരി ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു 3-3.5 മണിക്കൂറാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത്. ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഇനി നമുക്ക് നന്നായി കഴുകി ഫുൾ വെള്ളം ഒന്ന് വാരാൻ വേണ്ടി വെക്കാം. ഒരു സ്റ്റെയിനറിലിട്ടിട്ട് വെള്ളം കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട് നമുക്കിത് എടുത്ത് വെക്കാം. ഒരു 10-15 മിനിറ്റ് ഒക്കെ വെക്കുമ്പോഴത്തേക്കും വെള്ളമൊക്കെ കംപ്ലീറ്റ് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി വെച്ച അരി ഉണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം നമ്മളിതിലേക്ക് എന്ത് ചേർക്കുന്നുണ്ട്, വെള്ളം ഓൾറെഡി ചേർക്കുന്നുണ്ട്. തീരെ വെള്ളം ഇല്ലാതെ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഉണ്ടായാൽ നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ ആ ഒരു കണക്ക് മാറിപ്പോകും. അതുകൊണ്ടാണ് കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് പറഞ്ഞതും അളവ് വെള്ളം നന്നായിട്ട് ഇതാവണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു വലിയ 2 ഏലക്കായ ചേർത്ത് കൊടുക്കുക. ഏലക്കായൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ എണ്ണം കുറച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ചെറിയ ജീരകം ചേർക്കുമ്പോൾ ക്യുമിൻ സീഡ്, ചെറിയ ജീരകം ചേർക്കുമ്പോൾ ഒരുപാട് കൂടി പോകരുത്, കാരണം അത് ഒരുപാട് കൂടിയാൽ വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുക. അതായത് അരി, നമ്മളെ ചോറല്ലേ സാധാരണ കുക്ക്ഡ് റൈസ്, അത് ചേർത്ത് കൊടുക്കുക. അത് 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ കുത്തരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വൈറ്റ് റൈസ് വേണമെങ്കിൽ, അതായത് നിങ്ങൾ ഏതാണോ നിങ്ങൾ ചോറ് അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആ ഒരു മധുരം ബാലൻസ് ചെയ്യാനാണ്, ഒരുപാട് കൂടി പോകണ്ട. ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് നേരത്തെ ഞാൻ എടുത്ത അതേ മെഷർമെൻറ്റ് കപ്പിന് 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാക്കി 1/2 കപ്പ് വെള്ളം ഇവിടെ മാറ്റി വെക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള ഒരു പേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1/2 കപ്പ് വെള്ളം ബാക്കിയുണ്ടല്ലോ, 1 കപ്പ് വെള്ളമാണല്ലോ എടുത്തത്, അതിൽ 1/2 കപ്പ് വെള്ളം ബാക്കിയുണ്ടല്ലോ, അതും കൂടി ഒന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒഴിക്കണമെന്നില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾ ഈ മിക്സിയിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ ആ മിക്സി ഒന്ന് കഴുകാൻ കുറച്ച് വെള്ളം വേണ്ടല്ലോ, അതിലുള്ള അരിപ്പൊടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് ആ വെള്ളം യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഈ അടിച്ചു വെച്ച അരിമാവ് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൽ നമ്മളിനി ഉപ്പൊക്കെ നോക്കണം. അപ്പോൾ ഉപ്പൊക്കെ കുറവാണെങ്കിൽ കുറച്ച് കൂടെ ഒന്ന് ആഡ് ചെയ്യണം. എൻ്റെ കയ്യിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ടു. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അരിമാവ് ഇവിടെയായി. ഇനി നമ്മൾക്ക് ശർക്കരപ്പാനി തയ്യാറാക്കണം. 50 ഗ്രാം ശർക്കരയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് 250 ഗ്രാം എത്ര പീസ്, ഇതേപോലത്തെ എത്ര പീസ് വെല്ലുണ്ട് നോക്കാം. ഇതിൽ കറക്റ്റായിട്ട് മെഷർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും എത്ര വെല്ലം വേണമെന്ന്. അപ്പോൾ 500 ഗ്രാം പാക്കറ്റിൽ നിന്ന് 2 വലിയ പീസും അതേപോലെ ഒരു 1/2 പീസുമാണ് എടുത്തിട്ടുള്ളത്. 75 ഉണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. ചിലർക്ക് മധുരം കുറച്ച് കൂടുതൽ വേണ്ടവരും അങ്ങനത്തെ ഒരു കുറച്ച് കൂടുതൽ ചേർക്കാം. അപ്പോൾ ഇതൊരു 1/2 കപ്പ് വെള്ളത്തിൽ ശർക്കരപ്പാനി ആക്കി എടുക്കുക. പാൻ സ്റ്റവിൽ വെച്ച് അതിലേക്ക് നമ്മൾ ഈ ശർക്കര ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് മെഷർമെൻറ്റ് കപ്പാട്ടോ, ഞാനിതാണ് എല്ലാ മെഷർമെൻറ്റ് അളവിനും ഈ കപ്പാണ് യൂസ് ചെയ്യൽ. പിന്നെ കേക്ക് ആക്കുന്ന സമയത്ത് എല്ലാം എന്തിനും മെഷർ ചെയ്തിട്ട് എനിക്ക് ഫുഡ് ആക്കാൻ വേണോ അതിനൊക്കെ ഞാൻ ഒരുപാട് വർഷം മുന്നേ യൂസ് ചെയ്യുന്ന കപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ തന്നെയാണ് ഞാൻ അരി വളർന്നെടുത്തത്, അതേപോലെ വെള്ളം വളർന്നെടുത്തത്. ഇനി ഇത് നന്നായിട്ട് പാനിയാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫുൾ നന്നായിട്ട് ഉരുകി നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഒന്നുകിൽ ഇപ്പോൾ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അരിച്ചൊഴിക്കുക. അതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഇപ്പോൾ നല്ല കളർ, നല്ല ഡാർക്ക് കളറുള്ള ശർക്കര ആണ്. പായസം പ്രഥമനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ശർക്കരയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കുക. ഇനി നമ്മളിവിടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മാവ് റെഡിയാക്കി വെച്ച മാവിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഇളം ചൂടല്ല, ഇളം ചൂടിനേക്കാൾ കുറച്ചും കൂടി ഒരു ചൂട് വേണം കേട്ടോ. എന്നാലേ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ.
അതിനുശേഷം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇതായിരിക്കും ഉണ്ടാവുക, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അതിലേക്ക് ആണ് കുറച്ച് തേങ്ങയും അതേപോലെ കുറച്ച് ഉള്ളി. ഞാനിപ്പോൾ ഇവിടെ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും വലിയ ഉള്ളിയല്ല വേണ്ടത്, ചെറിയുള്ളിയാണ് വേണ്ടത്. ഷാലറ്റ് ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. അപ്പോൾ വലിയ ഉള്ളി അതിനാണ് ടേസ്റ്റ് കൂടുതൽ. ഇപ്പോൾ ഞാൻ വലിയ ഉള്ളി എടുത്തത്. വലിയ ഉള്ളി എടുക്കുന്നുണ്ടെങ്കിൽ വളരെ തിന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് വേണം എടുക്കാൻ. അതേപോലെ തന്നെ തേങ്ങയും ഇതേപോലെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ എണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ രണ്ട് രീതിയിൽ ചെയ്യും. ഒന്ന് നമ്മൾ ചെയ്യുന്ന പാത്രത്തിലേക്ക് നമ്മൾ അതിട്ടിട്ട് അതിൽ തന്നെ മൂപ്പിച്ചെടുക്കും, അല്ലാതെ സെപ്പറേറ്റ് വേറൊരു പാത്രത്തിൽ മൂപ്പിച്ചെടുത്ത് മാറ്റി വെക്കുകയും ചെയ്യും. ഞാനിപ്പോൾ ചെയ്യുന്ന ആ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് അത് വറക്കാൻ പോകുന്നത്. അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ടേസ്റ്റും വെളിച്ചെണ്ണ പൊതുവെ വെളിച്ചെണ്ണ കൊണ്ട് എന്തുണ്ടാക്കിയാലും കുറച്ചൊരു ടേസ്റ്റ് കൂടുതലാണല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ വഴറ്റിയിട്ട് അത് എടുത്ത് വെക്കുക. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതെടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒനിയൻ അല്ലെങ്കിൽ ചെറിയുള്ളി ഉണ്ടല്ലോ, അതും ഇതേപോലെ തന്നെ മൂപ്പിച്ചെടുക്കുക. ഉള്ളിയും അതുപോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വഴറ്റിയിട്ട് എടുത്ത് വെക്കുക. അപ്പോൾ നമ്മൾ തേങ്ങയും തേങ്ങാക്കൊത്തും അതേപോലെ തന്നെ ഉള്ളിയും ഇതേപോലെ ഇളം ബ്രൗൺ ആയിട്ട് നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ട്, ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കോക്കനട്ടും അതേപോലെ തന്നെ ഉള്ളിയും കൂടി മൂപ്പിച്ചെടുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാനിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങാക്കൊത്തിൽ നിന്ന് പകുതിയും അതേപോലെ ഉള്ളിയിൽ നിന്ന് പകുതിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇളം ചൂടുള്ള ബാറ്റർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അരിമാവ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പാന് നല്ല ചൂട് വേണം. അതേപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കരുത്, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിടുക. ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 2-3 മിനിറ്റ്സ് ഇടുക. അതിനുശേഷം വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം നന്നായിട്ട് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെടുത്ത് കയ്യിൽ ഒരുപാട് പഴയ മൂടി അതേപോലത്തെ അടപ്പുകൾ എങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അതൊന്ന് നമുക്ക് ഹീറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതിൻ്റെ അടിയിൽ അത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ മാവിൻ്റെ പാത്രം ഉണ്ടല്ലോ അത് ഇതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകുന്നില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് ഇത് റെഡിയായി കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ ലോ ഫ്ലെയിമുള്ള ബർണറിലേക്ക് ചെറിയ ബർണറിലേക്ക് മാറ്റി വെച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് വെച്ചെടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളൊരു ലൈറ്റ് ഫ്ലെയിം കുറഞ്ഞിട്ട്, അതായത് ഹീറ്റ് കുറച്ചിട്ട് ഒരു കുറച്ച് അധികം സമയത്ത് വേവിക്കുന്നതാണല്ലോ. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം, അതായത് ചെറിയ ബർണറിൻ്റെ ഫ്ലെയിം ഒരു ഹൈ ഫ്ലെയിമിൽ, അതിൻ്റെ ഫുൾ ഫ്ലെയിമിൽ കുറച്ച് നേരം ഇട്ട് വെക്കുക. ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം പിന്നെ അത് എന്താക്കുക, ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇനി അവിടെ കിടന്നിട്ട് അത് വേവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. പിന്നെ പേടിക്കാനൊന്നുമില്ല, അടിയിൽ നമ്മളൊരു ബാലൻസ് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അവിടെ നിന്ന് എന്തായിക്കോളും, കറക്റ്റായിട്ട് കിട്ടിക്കോളും. ക്യാമറ ഷെയ്ക്ക് ആവുന്നുണ്ടെന്ന് തോന്നുന്നത്, കാരണം എന്ന് വെച്ചാൽ ഇത് ട്രൈപോഡിൽ വെച്ചിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ക്യാമറ കയ്യിലെടുത്തത് കൊണ്ടാണ്. അപ്പോൾ ബുദ്ധിമുട്ടില്ലാണ്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതെവിടെ കിടന്ന് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരു സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള ഫ്രൈ ഒനിയനും അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഇട്ട് വെച്ചാൽ ബാക്കിയുള്ള ഫ്രൈ ചെയ്ത ഒനിയൻ, അതായത് നമ്മളിത് മാവ് ഒഴിച്ച ഉടനെ ഇട്ട് കൊടുക്കാൻ പാടില്ല, കുറച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. അത് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. കറക്റ്റ് എൻ്റെ അടുത്ത് എവിടേക്ക് ആവാത്തതെന്ന് വെച്ചാൽ അവിടേക്ക് ഇതിങ്ങനെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു കാണാൻ ഭംഗിയുണ്ടാവും. പിന്നെ ചിലർ കാഷ്നട്ടും റൈസിൻസൊക്കെ ഇടുന്നവരുണ്ട്, ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല. അതേപോലെ തന്നെ തേങ്ങാക്കൊത്തും ഇതേപോലെ നോക്കിയിട്ട് എവിടേക്കാണുള്ളതെന്ന് വെച്ചാൽ അതേപോലെ ഇട്ട് കൊടുക്കും. ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ കലത്തപ്പം ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ആയോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് കേക്കൊക്കെ ടെസ്റ്റ് ചെയ്യൂലേ, അതേപോലെ എന്തെങ്കിലും ഒരു ടെസ്റ്ററോണ്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി നോക്കുക. അപ്പോൾ കറക്റ്റായി ആയിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളിലൊന്നും പറ്റിപ്പിടിക്കാതെ റെഡി ആയിട്ട് വരും. അപ്പോൾ നമ്മളെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്, ഇതിന് മുകളിലൊന്നും പറ്റിപ്പിടിച്ചിട്ടില്ല. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം. അപ്പോൾ കലത്തപ്പം തണുക്കാൻ വേണ്ടി വെച്ചിട്ടാണുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ തനിയെ തന്നെ വിട്ട് വരുന്നുണ്ട്, കണ്ടല്ലോ.
അപ്പോൾ തണുക്കുമ്പോൾ തനിയെ തന്നെ വിട്ട് വന്നോളും, കുത്തി ഇളക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കറക്റ്റ് പെർഫെക്റ്റ് ബാറ്റർ ആണെങ്കിൽ തനിയെ തന്നെ എന്തായി വരും, ഇത് ഇതേപോലെ വിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരും. അതിപ്പോൾ അലൂമിനിയം പാത്രം ആയാലും ശരി, സ്റ്റീലിൻ്റെ പാത്രം ആയാലും ശരി, എന്താണെങ്കിലും നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ബാറ്റർ ആണെങ്കിൽ ഇങ്ങനെ ഇതേപോലെ വിട്ട് തനിയെ തന്നെ വരും. നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതേപോലെ നല്ല നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട്, കറക്റ്റ് എയർ ബബിൾസ് ഉള്ള ആ ഒരു ഹോളൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായി തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കലത്തപ്പം ഇവിടെ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടല്ലോ കറക്റ്റായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഈ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇതാ വിട്ട് വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് ഇതാ വിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മളെ കലത്തപ്പം ഇവിടെ പെർഫെക്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്, നല്ല വൃത്തിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ കണ്ടല്ലോ ഇതിൽ നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു ആര് എന്നാണ് അതിന് പറയാം, ആര് പോലെയൊക്കെ ആയിട്ട് നല്ല വൃത്തിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവരൊക്കെ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നവരെ സീ യു, ബൈ ബൈ.